കഴിഞ്ഞ വർഷം സ്പെയിനിൽ വേൾഡ് ആർക്കിയോളജിക്കൽ കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിച്ച ആർ ശരവണൻ സാർ PSMO കോളേജിൻ്റെ അധ്യാപകനാണ്. ഈ വർഷം ഓസ്ട്രേലിയയിൽ വേൾഡ് ആർക്കിയോളജിക്കൽ കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ യാത്ര തിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 22-ാം തീയതി അഹബാബ് ട്രാവൽസിൻ്റെ യാത്രയപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് ഈവനിങ് ആൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അഹബാബ് ട്രാവൽസിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്പോർട്ട് എടുത്ത് തുടങ്ങിയതാണ്. ഇപ്പോഴും ആ കണക്ഷൻ നിലനിൽക്കുന്നതിൽ അഭിമാനകരമായ സന്തോഷം നമുക്ക് രേഖപ്പെടുത്താനുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സ്പെയിനിൽ വേൾഡ് തലത്തിൽ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ച ശരവണൻ സാറ് ഈ വർഷം ഓസ്ട്രേലിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അത് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് അഹബാബ് ട്രാവൽസിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അവർക്ക് ഒരു യാത്രയപ്പ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളോട് കൂടെ കബീർ സാഹിബ്, നമ്മുടെ നൗഷാദ് ക, ഷുഹൈബ്, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിലുകൾ നമുക്ക് സംസാരിക്കാം. എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹായ്. ഈ വരുന്ന ജൂൺ 22 മുതൽ 28-ാം തീയതി വരെ നടക്കുന്ന ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന വേൾഡ് ആർക്കിയോളജിക്കൽ കോൺഫറൻസ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായിട്ടുള്ളൊരു മീറ്റിലേക്ക് പ്രബന്ധം അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ശരവണൻ, PSMO കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനാണ്. അതിന് ആ ഒരു യാത്രയ്ക്കുള്ള ആ ഒരു വൈജ്ഞാനിക പ്രയാണത്തിലേക്കുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇസ്മയിൽ ജിയാണ്, സ്നേഹിതനാണ്. പ്രിയ സുഹൃത്ത് ഇസ്മയിൽ ജിയാണ് ചെയ്തത്. ഇൻഫോർമലായിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ പോലും അത് ആരും ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മഹത്വമായി മാറുന്നത്. ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു യാത്ര പോയപ്പോൾ ഇതേ കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്നും. അപ്പം ഞാൻ പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. രണ്ടാം പ്രാവശ്യം വീണ്ടും കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിന് എൻ്റെ പ്രിയ സ്നേഹിതൻ ഇസ്മായിൽ ജിക്ക് മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വിശിഷ്ടാതിഥികളായിട്ടുള്ള ഡോക്ടർ MA കബീർ സർ, അൻസാർ സർ, പിന്നെ നൗഷാദ് സർ, പിന്നെ ഷുഹൈബ് സർ, എല്ലാവരെയും ഞാൻ ഈ ഒരു അറ്റംപ്റ്റിന് എൻ്റെ ഒരു കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ സ്നേഹിതൻ പ്രിയ സുഹൃത്ത് ഇസ്മയിൽ ജി പറഞ്ഞതുപോലെ അഹബ് ട്രാവൽസിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. കാരണം കഴിഞ്ഞ വർഷം സ്പെയിനിലേക്ക് ജൂൺ 10-നാണ് ഞാൻ പോകുന്നത്. എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിനും അതേപോലെ ടിക്കറ്റ് എടുക്കുന്നതിനും അതേപോലെ ട്രാവൽ ഇൻഷുറൻസ് ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള ഇടപെടലുകളും കൃത്യമായിട്ടുള്ള അപ്ഡേഷനും. ഒരുപക്ഷെ എൻ്റെ പാസ്പോർട്ട് കൃത്യമായിട്ട് ഇടപെട്ട് റിന്യൂ ചെയ്ത് തന്നില്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ആ ഒരു യാത്ര ക്യാൻസൽ ആവുമായിരുന്നു. ഓക്കെ, അത് തന്നെ ഞാൻ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാതെ തന്നെ ഈ പറയുന്ന ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം മൊബൈലിലൂടെ കോണ്ടാക്ട് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ ഇസ്മയിൽ ജിയാണ്. അതിന് എൻ്റെ നന്ദിയും കടപ്പാടും തന്നെ ഞാൻ പറയും. ഓക്കെ, അതെൻ്റെ ഒരു അക്കാഡമിക് കരിയറിൽ ഉണ്ടാക്കിയ എക്സ്പോഷർ എത്രമാത്രം വലുതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ബാക്കിയുള്ള അക്കാഡമിക് കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ പോലും ഇങ്ങനത്തെ ടെക്നിക്കൽ വശം നമുക്ക് പല കോണ്ടെക്സ്റ്റിലും നമുക്ക് അറിയില്ല അതിനെക്കുറിച്ചിട്ട്. അതിന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഏത് രീതിയിലൊക്കെ നമ്മൾ തയ്യാറെടുക്കണം, അതേപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് എൻ്റെ പ്രിയ സ്നേഹിതൻ ഇസ്മയിൽ ജി, ഈ അഹബാബ് ട്രാവൽസിൻ്റെ സഹായം ഞാൻ വളരെയധികം കൈപ്പറ്റിയിരുന്നു. അതിന് എൻ്റെ കൃതജ്ഞതയും ഒരിക്കൽ കൂടി നന്ദിയും പറഞ്ഞ് അവസാനം ഇസ്മായിൽ സാഹിബ്, അതുപോലെ നമ്മുടെ ചമ്മാടിൻ്റെ വ്യാപാരി വ്യവസായി പ്രസിഡൻറ്റ് നൗഷാദ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്ര പോകുന്ന ശരവണൻ സാർ, അതുപോലെ ഷുഹൈബ് ജി, പേര് അൻസാർ. നമ്മൾ ഏറ്റവും നല്ലൊരു അഭിമാനമുള്ളൊരു നിമിഷത്തിലാണ് നമ്മുടെ ഈ അഹബാബ് ഗ്രൂപ്പ്
ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു അറ്റംപ്റ്റ് ഇതുപോലെ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തെ നമ്മൾ എന്ത് ചെയ്യണം, മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേരത്തെ ഓസ്ട്രേലിയയിൽ സ്പെയിനിലാണ് പോയതല്ലേ, സ്പെയിനിൽ പോയി അതുപോലെ ആ പ്രബന്ധം അവതരിപ്പിച്ചു. അതുപോലെ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. നാടിന് തന്നെ വലിയൊരു അഭിമാനമാണ് സത്യത്തിൽ. ഇത് ഈ ഒരു രീതിയിലൊന്നല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു യാത്ര ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം ഈ ഒരു രീതിയിലെങ്കിലും നിങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. കാരണം ഇനിയും നമുക്ക് അവസരങ്ങളുണ്ടാവും തമ്മിൽ കാണാനും. അതുപോലെ വലിയ വലിയ ഒരുപാട് കൂട്ടായ്മകളും ഒരുപാട് സന്നദ്ധ സംവിധാനങ്ങളും ചെമ്മാടാണെങ്കിലും നമ്മുടെ ഈ നാടിൻ്റെ പല പ്രദേശത്താണെങ്കിലും ഒക്കെ ഇവിടുത്തെ നൗഷാദ്ജീനെ പോലത്തെ ആളുകളൊക്കെ പല മേഖലയിലും നമ്മളുമായിട്ടൊക്കെ സഹവസിക്കുന്നു. വളരെ അടുത്ത് പെരുമാറുന്ന ആളുകളാണ്. നമുക്ക് ഇത്തരം ഓരോ നിമിത്തങ്ങളാണ് നമുക്ക് ഓരോ പരിചയപ്പെടലിന്. ഞാൻ സത്യത്തിൽ കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ടയർഡായിരിക്കുന്ന സമയത്ത് വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറയുന്നത് കാരണം വളരെ നന്നായി ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം എന്താ വെച്ചാൽ ഇത്തരം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാടിന് അഭിമാനമായി മാറുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക, ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയൊരു ആ പോകുന്ന ആളുകൾക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ആവശ്യം. പണം കൊണ്ടല്ല, നമ്മുടെ സപ്പോർട്ട്, അവരുടെ സ്നേഹം, കാര്യം അത് നമ്മുടെ ചെമ്മാടിൻ്റെ അഭിമാനമായ നൗഷാദ്ജി, അതുപോലത്തെ നമ്മുടെ അഹബാബ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അങ്ങനെയുള്ള ആളുകളോടും നമ്മൾ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഈ ഒരു കാര്യത്തിന് എന്നെ ക്ഷണിച്ചതിന് ഈ അഹബാബ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മുക്താന പ്രസിഡന്റ് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അഹബാബ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഇസ്മായിൽ ജി, നമ്മുടെ വിശിഷ്ടാതിഥി കബീർ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഷാരോൺ സാർ, യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് അൻസാർ, JCI പ്രസിഡന്റ് ഷുഹൈബ്, മറ്റിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളെ, വളരെ സന്തോഷവും അഭിമാനം നിറഞ്ഞ നിമിഷം എന്ന് കബീർജി പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാം. കാരണം ഇത്ര വലിയൊരു പ്രബന്ധം അവതരിപ്പിച്ച് ഒരിക്കൽ പോയി വന്നു, വീണ്ടും പോകുമ്പോഴേ അഹബാബ് ട്രാവൽസിൽ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു അദ്ദേഹം. അപ്പോൾ തിരിച്ച് പ്രതിപകാരം ചെയ്തപ്പോൾ തിരിച്ച് വീണ്ടും ഒരു പ്രതിപകാരം അങ്ങോട്ട് തിരിച്ച് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം യാതൊരു പരിചയമില്ലാത്ത അഹബാബ് ട്രാവൽസുമായി ബന്ധപ്പെട്ടപ്പോഴേ നല്ല സർവീസും കാര്യങ്ങളും കൊടുത്ത് അദ്ദേഹത്തിന് യാത്രയും ഇൻഷുറൻസ് മുതൽ എല്ലാം ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചും വീണ്ടും അദ്ദേഹത്തിന് യാത്ര വന്നപ്പോഴേ നമ്മുടെ നാളിൽ നിന്ന് അഭിമാനമായിട്ടുള്ള 8 വർഷമായിട്ട് ചെമ്മാട് പ്രവർത്തിക്കുന്ന അഹബാബ് ട്രാവൽസ് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും വീണ്ടും ബോധ്യമായിരിക്കുകയാണ്. ഇപ്പോൾ ഷരൺ സാറ് നമുക്കറിയാം, PSM കോളേജിൽ 7 വർഷത്തോളമായിട്ട് പിന്നെ അധ്യാപക ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശസ്തനായിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ എവിടെ ആയിരുന്നു, സ്പെയിനിൽ പോയി, ഇപ്പോൾ വീണ്ടും മറ്റൊരു യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് എല്ലാവിധ യാത്രാ ആശംസകളും അതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ ഈ അഹബാബ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഇസ്മായിൽ അഹബാബ്, അതേപോലെ നമ്മുടെ ഇന്ന് യാത്രയപ്പ് നൽകുന്ന ഷറോൺ സാറ്, നമ്മുടെ വിശിഷ്ട ഗസ്റ്റായിട്ടുള്ള ഡോക്ടർ കബീർക്ക, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് ചെമ്മാട് യൂണിറ്റ് പ്രസിഡന്റ് നൗഷാദ്, ട്രഷറർ അമർക്ക, അതേപോലെ അൻസാർ തുമ്പത്ത്. ഞാൻ ഈ ഒരു വിഷയം ഇസ്മായിൽ മുന്നേ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയെക്കുറിച്ചാണ്. അവരാ തിരഞ്ഞെടുത്ത ആ ഒരു സബ്ജക്റ്റ് അതിൽ വളരെ ഡീപ്പായിട്ട് പഠനം നടത്തി അതിൽ ഡിപ്ലോമ എടുത്ത് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നേ സ്പെയിനിൽ പോയി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. രണ്ടാമത് ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ എടുത്ത സബ്ജക്റ്റിൽ വളരെ ഡീപ്പായിട്ട് പഠിച്ച് അത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും ഇതിലേറെ മികച്ച പ്രവർത്തനങ്ങളും വിജയങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ താരം ഡോക്ടർ ശരവണൻ സാറിനും അതോടൊപ്പം ശരവണൻ സാറിന് എല്ലാവിധ ശുഭയാത്ര നേരുന്നതോടൊപ്പം ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ കബീർജിക്കും മറ്റ് വ്യാപാരി വ്യവസായി നേതാക്കൾക്കും ഈ പരിപാടി സ്പോൺസർ ചെയ്ത അഹബാബിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട മറ്റു നമ്മുടെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും പറഞ്ഞു. നമ്മുടെ ഈ പ്രോഗ്രാം
എന്നോട് ബാബു ട്രാവൽസ് ഇസ്മായിൽ സംസാരിച്ചിരുന്നു യൂത്ത് വിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമാക്കി മാറ്റാമെന്ന്. പക്ഷേ ഈ പെരുന്നാളൊക്കെ ആയപ്പോൾ അതിന് തടസ്സങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇസ്മായിൽ തന്നെ അത് ഏറ്റെടുത്തു. ഇതിലെ നമ്മുടെ കബീർക്ക, നൗഷാദ്, അമർ, സർവണ സാർ, ഷുഹൈബ്, എല്ലാവർക്കും ഈ പ്രോഗ്രാം നടത്തിയ ഇസ്മായിൽ സാഹിബിനും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഈ യൂത്ത് വിങ്ങിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇനിയും സാറിന് ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ നമുക്ക് ക്ഷണിക്കാം. ഇനിയും ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും സാറിന് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. മലയാളത്തെ കുറിച്ച്